വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ റോസിനകത്ത് നല്ല രീതിയിൽ പൂമൊട്ടും പൂക്കളും ഒക്കെ വരാറുണ്ടല്ലേ. വെറുതെ നമ്മുടെ പ്ലാന്റിനകത്ത് പൂക്കൾ വരുത്തില്ല, അതിന് വേണ്ടുന്ന വളവും കാര്യങ്ങളൊക്കെ ഈ വേനൽക്കാലത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്കിപ്പം വന്നിട്ടുണ്ട് കേട്ടോ. കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. 1 ഇയർ ഗ്രോത്ത് കഴിഞ്ഞ് സീഡ്ലിംഗ് ആണ് കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. എന്നിട്ട് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ്. ഒരു 2-3 മാസം കൊണ്ട് കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യുകയാണെങ്കിൽ മെച്യൂർഡ് ആവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കിട്ടും. ജസ്റ്റ് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. വേനൽക്കാലം ആവുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ആ ഒരു പ്ലാന്റിൻ്റെ, അതായത് നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ മണ്ണൊക്കെ നല്ലതുപോലെ കുത്തി ഇളക്കി നല്ല രീതിയിൽ റൂട്ട് നല്ലതുപോലെ ഓടത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് ഒരു 6 മാസം കൂടി ഇരിക്കും നമ്മുടെ പ്ലാന്റിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഹൈബ്രിഡ് പോലുള്ള പ്ലാന്റ് നല്ലതുപോലെ ഫ്ലവേഴ്സ് വരണമെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട മെയിൻ കാര്യം അതാണ്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ആ ഒരു മണ്ണിന് അടിവളമായിട്ട് കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ചൂട് ഭാഗത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുതിയ തളിർപ്പ് വരാനും അതിൽ നിന്ന് വരുന്നത് പൂമൊട്ടായിട്ടും ഒക്കെ വരും. പിന്നെ നമ്മുടെ പ്ലാന്റ് നല്ല വരുന്ന ഫ്ലവറും അതിൻ്റെ ലീഫും ഒക്കെ നല്ല കരുത്തും വരാനും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാനും വേണ്ടിയിട്ട് ഇടയ്ക്ക് പൊട്ടാഷ് 1 സ്പൂണോളം എടുത്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ മണ്ണ് മാറ്റിയിട്ട് ചൂട് ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും പ്ലാന്റിനകത്ത് നിന്ന് നല്ലതുപോലെ വരുന്ന ഫ്ലവറിന് നല്ല കളറും അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല ലീഫും ഒക്കെ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏത് ഹൈബ്രിഡ് ആയാൽ പോലും നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആക്കി എടുക്കാനും പറ്റും. എപ്പോഴും നമ്മൾ റോസ് പ്ലാന്റ് നടുന്ന സമയത്ത് ഇതുപോലെ വലിയ പോട്ടിനകത്ത് നല്ലൊരു പോട്ടി മിക്സ്, അതായത് നല്ല ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും, നിറച്ച് ഫ്ലവേഴ്സ് ആവും കേട്ടോ. അപ്പം നമ്മുടെ ഓർക്കിഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ.